ഗതാഗത കുരുക്കിൽപ്പെട്ട് ആംബുലൻസിൽ രോഗികൾ മരിക്കുക കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടും. പക്ഷേ അത് നമ്മളുടെ നാട്ടിൽ സംഭവിച്ചു. മലപ്പുറം കാക്കഞ്ചേരിയിൽ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന 2 രോഗികളാണ് ഗതാഗത കുരുക്കിൽപ്പെട്ട് ആംബുലൻസിൽ മരിച്ചത്. ദേശീയപാതാ നിർമ്മാണത്തെ തുടർന്നുണ്ടായ ഗതാഗത കുരുക്കിൽ വലയുകയാണ് പലയിടത്തും നാട്ടുകാർ. ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസുകൾ ഗതാഗത കുരുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടമായത് 2 രോഗികൾക്ക്. എടരിക്കോട് സ്വദേശി സുലൈഖ, വള്ളിക്കുന്ന് സ്വദേശി ഷജിൽ കുമാർ എന്നിവർക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി നിരത്തിൽ ജീവൻ പൊലിഞ്ഞത്. കോട്ടയ്ക്കൽ മിംസിൽ നിന്നും ചേളാരി DMS ആശുപത്രിയിൽ നിന്നും പുറപ്പെട്ട ആംബുലൻസുകളാണ് നിർമ്മാണത്തിലിരുന്ന 6 പാതയിൽ കാക്കഞ്ചേരി ഭാഗത്ത് കുടുങ്ങിക്കിടന്നത്. അനിശ്ചിതമായി ഗതാഗത കുരുക്കിൽപ്പെട്ടതോടെ രോഗികളെ ഫറോക്ക് ചുങ്കം ക്രസന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നാലുവരിയായി കുരുങ്ങിക്കിടക്കുന്ന വാഹനനിരയിൽ 1 ഇഞ്ച് പോലും അനങ്ങാനാവാതെ വാഹനം നിശ്ചലമാവുകയായിരുന്നു. മറ്റു വാഹനങ്ങളിലെ യാത്രക്കാർ ഇറങ്ങിവന്ന് കുരുക്കൊഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. റോഡിൻ്റെ ഭയങ്കര ബ്ലോക്ക് തന്നെയാണ് ഇപ്പോൾ ഇവിടെ 2-3 ദിവസമായിട്ട്. ഇപ്പോൾ ശനി ഞായറൊക്കെ ഭയങ്കര ബ്ലോക്ക് തന്നെയായിരുന്നു. ഇവിടെ ചിറ്റർമാട് വരെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ റോഡൊക്കെ ഫുള്ള് ബ്ലോക്ക് തന്നെയായിരുന്നു. ആ മണ്ണിടിച്ച അന്ന് മുതൽക്ക് തുടങ്ങിയതാണ്. 3-4 മാസമായി ഉണ്ടാവും. അതിനുശേഷം ഓരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ എന്നും ബ്ലോക്കാണ്. KNRCക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പോലീസുകാർ വന്നിട്ട് കാര്യമില്ല. 4 വരിയായിട്ടാണ് ഇപ്പോൾ അടിയിലെ വരിക്ക് വന്ന വണ്ടി. അപ്പോൾ ആംബുലൻസ് വന്നാൽ മാറ്റാനും സൗകര്യമില്ല. ആർക്കും പോയി മാറ്റി കൊടുക്കാനുള്ള സൗകര്യമില്ല. വണ്ടികൾ ഈ 4 സർവീസ് മെയിൻ റോഡിൽ 4 വരി ഒന്നായിട്ടാണ് വണ്ടി വന്ന് തിങ്ങി നിൽക്കുന്നത്. കാക്കഞ്ചേരി ചേലമ്പ്ര ഗതാഗതക്കുരുക്ക് പുതിയ സംഭവമല്ല. 5 മാസമായി ഇതുവഴിയുള്ള യാത്ര ദുരിതപൂർണമാണ്. പലപ്പോഴും രാവെന്നോ പകലെന്നോ ഇല്ലാതെ റോഡിൽ വാഹനങ്ങളുടെ നിര കിലോമീറ്ററോളം നീളുന്നു. ഗതാഗത തടസ്സം പ്രതീക്ഷിക്കാതെ NH നിർമ്മാണം നടത്തിയതാണ് തിരിച്ചടിയായതെന്നാണ് ഉയരുന്ന ആരോപണം. ഗതാഗത സൗകര്യമൊരുക്കി നിർമ്മാണം നടത്തിയിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഗതാഗതക്കുരുക്കിന് പുറമെ പ്രദേശത്ത് പൊടിശല്യവും രൂക്ഷമാണ്. പലപ്പോഴും കാറ്റിൽ പറന്നെത്തുന്ന ചെമ്മൺപൊടി യാത്രക്കാർക്ക് ദുരിതമാകുന്നു. റോഡിൽ പലയിടത്തും ബൈക്ക് യാത്രികർ തെന്നി വീഴുന്നതും പതിവാണ്. റോഡിൽ കൃത്യമായ ദിശാബോർഡുകൾ ഇല്ലാത്തതും ഗതാഗതക്കുരുക്കിന് പലപ്പോഴും കാരണമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ.